അങ്കണം പരിപാടി ഒരു ചെറുകഥയോടെ തുടങ്ങാം. പ്രസാദ് കയറി വന്നത് കേശവൻ അറിഞ്ഞതേയില്ല. ഒരനക്കം കേട്ട് തിരിഞ്ഞു നോക്കിയ കേശവൻ അതിശയിച്ചു പോയി. നിറങ്ങളും സ്വപ്നങ്ങളും. കഥ പറയുന്നു വിനിത രാമചന്ദ്രൻ. നീ എന്താടാ ഒരൊച്ചയും അനക്കവുമില്ലാതെ? സാധാരണ പാട്ടും പാടി ചാടിത്തുള്ളി വരുന്ന നിനക്കിതെന്തു പറ്റി? എന്റെ പ്ലാനിങ് എല്ലാം തെറ്റി കേശവേട്ടാ. പ്രസാദിന്റെ വാക്കുകളിൽ വല്ലാത്ത ഒരു നിരാശ നിഴലിച്ചിട്ടുണ്ടായിരുന്നു. പ്രസാദ് ഇടയ്ക്ക് കൊച്ചു കൊച്ചു സന്തോഷമുണ്ടാകുമ്പോഴും എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴും ഓടി കേശവേട്ടനെ ചെന്ന് കാണും. അയാളുടെ വാക്കുകൾ പ്രസാദിന് ഒരാത്മവിശ്വാസം നൽകും. പ്രസാദ് മാത്രമല്ല, തോമസും ഇക്ബാലും കഫ്തീരിയ നരേന്ദ്രനും എല്ലാവരും കേശവേട്ടനെ വന്ന് കാണും. 40 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവമുള്ളത് കൊണ്ടാവാം ഈ മണലാരണ്യത്തിൽ ഇവരെല്ലാം കേശവേട്ടനിൽ നിന്നും ഉപദേശങ്ങൾ തേടുന്നത്. സാവിത്രി, പ്രസാദ് വന്നിരിക്കുന്നു, 2 ചായ എടുത്തോളൂ. അകത്തോട്ട് നോക്കി കേശവേട്ടൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പ്രസാദിലേക്ക് തിരിഞ്ഞു. ഇനി നീ പറ, എന്താ നിന്റെ പ്രശ്നം? എന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴക്കുകയാണ് കേശവേട്ട. നീ എങ്ങനെ പ്ലാനിങ് തെറ്റി, കണക്കുകൂട്ടല് തെറ്റി എന്ന് പറയുന്നതല്ലാതെ എന്താണ് സംഭവിച്ചതെന്ന് പറ. ഇതിനിടെ സാവിത്രി വന്നു. നാളെയല്ലേ പ്രസാദേ നീ നാട്ടിൽ പോകുന്നത്? നിന്റെ പെങ്ങടെ കല്യാണത്തിന് കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നിനക്കറിയാലോ, തറവാട് വീതം വെപ്പിന് കഴിഞ്ഞ മാസമല്ലേ നാട്ടിൽ പോയത്. ഞാനിനി ഇപ്പോ എന്തിനാ നാട്ടിൽ പോകുന്നത് എന്ന് ആലോചിക്കുക. അവന്റെ വാക്ക് കേട്ട് സാവിത്രി ഒന്നും മനസ്സിലാകാതെ തരിച്ചു നിന്നു. പ്രസാദേ, ഒന്നുകിൽ നീ കാര്യം തെളിച്ചു പറയ്. കേശവേട്ടൻ ചൂടായി. എന്നിട്ട് സാവിത്രിയോടായി, നിന്നോട് ചായ എടുക്കാൻ പറഞ്ഞിട്ട്? ചായ തിളക്കുന്നുണ്ട് മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി അകത്തേക്ക് പോയി. കേശവേട്ടാ, നിങ്ങൾക്കറിയാലോ, പെങ്ങൾക്ക് വരുന്ന ആലോചനകളെല്ലാം വീട് പഴയതായതിന്റെ പേരിൽ മാറിപ്പോകുന്നത് കൊണ്ടാ എന്റെ കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പെറുക്കി വീടിരിക്കുന്ന സ്ഥലവും പണയപ്പെടുത്തി വീട് പുതുക്കി പണിതത്. അതിന്റെ ഗുണമുണ്ടായി. കുടിയില് കഴിഞ്ഞ് 2 മാസം കൊണ്ട് കല്യാണം ശരിയായി. മൂത്തവൾ നമ്മുടെയെല്ലാം മുഖത്ത് കരിവാരി തേച്ച് ഒരന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ഇവളെയെങ്കിലും വീട്ടുമുറ്റത്ത് പന്തല് കെട്ടി കൈപിടിച്ചു കൊടുക്കണമെന്ന പറഞ്ഞ അച്ഛൻ പോയത്. അതുകൊണ്ടാ വീടിന്റെ പേരിൽ ആലോചനകൾ മുടങ്ങാതിരിക്കാൻ വീട് ഇത്തിരി ആർഭാടത്തിൽ തന്നെ ആക്കിയത്. പെട്ടെന്ന് തന്നെ കല്യാണം വന്നപ്പോ ഇത്ര പെട്ടെന്ന് നീ കൂട്ടിയാ കൂടുമോ എന്ന് അമ്മ ചോദിച്ചതാ. അപ്പോ അനുജന പറഞ്ഞത് ഒരു 3 ലക്ഷം രൂപ സഹകരണ ബാങ്കിൽ നിന്നും ലോൺ വാങ്ങിക്കാമെന്ന്. നിന്റെ ചേച്ചിയുടെ കെട്ടിയോൻ അവിടെ മാനേജരാണെന്നല്ലേ നീ പറഞ്ഞത് എന്ന ചോദ്യത്തോടൊപ്പം ചായയുമായി സാവിത്രി കടന്നു വന്നു. ഒരു കപ്പ് ചായ എടുത്ത് കേശവൻ പ്രസാദിന് കൊടുത്തു. ചായ കുടിക്ക്. ചായ ഒരിറക്ക് കുടിച്ച് പ്രസാദ് തുടർന്നു. അവൻ ആ ബാങ്കിൽ തന്നെയാ. അത് തന്നെയാണോ വിനയായത് എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അതെന്താ, ലോൺ ശരിയായില്ലേ? സാവിത്രി ഇടയിൽ കയറി. ലോൺ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ വേറെ വഴി നോക്കാമായിരുന്നു. ഇതിപ്പോ ഇനി ദിവസങ്ങളേ ഉള്ളൂ കല്യാണത്തിന്. ഇന്നലെ ബാങ്കിൽ ചെന്നപ്പോഴാണത്രേ പറയുന്നത്, ജാമ്യം നിന്ന സതീശൻ മറ്റൊരാൾക്ക് ജാമ്യം നിന്നത് ഓവർ ഡ്യൂ ആണത്രേ. അത് തീർത്തിട്ട് ബാക്കി തുക മാത്രമേ തരൂന്ന്. 3 ലക്ഷം രൂപ പ്രതീക്ഷിച്ച സ്ഥാനത്ത് 50,000 രൂപ മാത്രമാണ് കിട്ടിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല. കേശവേട്ടൻ പൊട്ടിച്ചിരിച്ചു. ഇതാണോ നിന്റെ ആന പ്രശ്നം? എനിക്ക് ഇത് വലിയ പ്രശ്നം തന്നെയാണ്, പ്രസാദ് പറഞ്ഞു. നിനക്കിപ്പോ 2.5 ലക്ഷം കിട്ടിയാൽ തീരുന്ന പ്രശ്നല്ലേ ഉള്ളൂ. നമുക്ക് വഴിയുണ്ടാക്കാം. നമുക്ക് ഒത്തുപിടിക്കാടാ. നീ ധൈര്യമായി നാട്ടിലോട്ട് പോ. നാളെ രാവിലെ അല്ലേ ഫ്ലൈറ്റ്? നീ നാട്ടിലെത്തുമ്പോ നിന്റെ അക്കൗണ്ടിൽ പണം കാണും, പോരെ? അങ്ങനെ പ്രശ്നം തൽക്കാലം പരിഹരിച്ചു. പ്രസാദ് നാട്ടിലെത്തി. എല്ലാവരും വലിയ പ്രയാസത്തിലായിരുന്നു. സ്വർണം വാങ്ങാനുള്ള കാശിന്റെ കാര്യത്തിൽ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോ പ്രസാദ് ഒറ്റ വാക്കിൽ പറഞ്ഞു, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. കേശവേട്ടന്റെ വാട്സ്ആപ്പ് മെസ്സേജും ബാങ്ക് ട്രാൻസാക്ഷന്റെ നോട്ടിഫിക്കേഷനും വന്നു. പണം ബാങ്കിൽ റെഡി. നാളെ സ്വർണമെടുക്കാൻ പോകാൻ എല്ലാവരും ഉത്സാഹത്തിലാണ്. അതിനിടയിൽ വാർഡ് മെമ്പർ സജീവൻ വന്നു. ബാങ്കിൽ ക്ലർക്കിന്റെ സൂക്ഷ്മതാ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അയാളുടെ ലോൺ ഡേറ്റ് കഴിയാൻ 10 ദിവസം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം വിശദീകരിച്ച ശേഷം അയാൾ ഒരു നിർദ്ദേശം വച്ചു. മൂത്ത പെങ്ങളെയും അളിയനെയും കല്യാണം ക്ഷണിക്കണം.
കുറെ നേരം സജീവൻ വിഷയം ചർച്ച ചെയ്തെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല. അച്ഛന്റെ മരണകാരണം അവളാണ്. ഇതേപോലെ അവളുടെ കല്യാണം നടത്താൻ അച്ഛൻ എല്ലാം സ്വരുക്കൂട്ടി വച്ചതായിരുന്നു. സജീവൻ കൂടുതൽ ഒന്നും പറയണ്ട. സജീവൻ പോയി കഴിഞ്ഞ് ആരും അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബം നോക്കിയത് പ്രസാദാണ്. അവന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്ന് എല്ലാവരും കരുതി കാണും. രാത്രിയിൽ എല്ലാവരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അനുജൻ ഓടി വന്ന് പറഞ്ഞത്, വാർത്ത വെക്ക്, നിന്റെ ഒരു വാർത്ത. അവർ സീരിയൽ കണ്ടോട്ടെ. റിമോട്ട് പിടിച്ചു വാങ്ങി അവൻ വാർത്താ ചാനൽ വെക്കുന്നതിനിടെ പറഞ്ഞു, എല്ലാം വീണ്ടും അവതാളത്തിലാകുമെന്നാ തോന്നുന്നത്. അവൻ വാർത്ത വെച്ചു. രാജ്യത്തെ ആകെ ഞെട്ടിച്ച ആ വാർത്ത, രാത്രി 12 മണി മുതൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചിരിക്കുന്നു. ബാങ്കിൽ നിന്നും തുക പിൻവലിക്കുന്നതിന് നിയന്ത്രണം. വീട് ശ്മശാനമാകും. 2 ദിവസമാണ് കല്യാണത്തിനുള്ളത്. എന്തെങ്കിലും ചെയ്യാൻ നാളെ ഒരു ദിവസം മാത്രം. അതും മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രാത്രിയിൽ ആരും ഉറങ്ങിയില്ല. ഒരു വഴിയും ആരുടെ മുന്നിലും തെളിഞ്ഞില്ല. നേരം പുലർന്നു. എല്ലായിടവും നോട്ട് നിരോധനമാണ് ചർച്ച. പലരെയും വിളിച്ച് ഇനിയിപ്പോ ആരും കാശ് ഇത്രയും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് 500-ന്റെയോ 1000-ന്റെയോ ആയിരിക്കും. ആരിൽ നിന്നെങ്കിലും തൽക്കാലം സ്വർണം കടമായി വാങ്ങിയാലോ? ആ വഴിക്കും ആലോചിച്ചു. ഒരെത്തും പിടിയും കിട്ടാതെ ഇരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് ചേച്ചി വന്നത്. കണ്ടപ്പോൾ കലി ഇരട്ടിച്ചു. പ്രസാദ് എന്തെങ്കിലും പറയാൻ തുടങ്ങും മുമ്പേ ചേച്ചി പറഞ്ഞു തുടങ്ങി, ഞാൻ കയറാനും ഇവിടെ പൊറുക്കാനും വന്നതൊന്നുമല്ല. ഇഷ്ടപ്പെട്ട പുരുഷൻ ഒരു അന്യജാതിക്കാരനായിപ്പോയി. ഇവിടെ പറഞ്ഞാലും ആരും നടത്തിത്തരില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഇറങ്ങിപ്പോയി. ഇവളുടെ കല്യാണം പോലും ക്ഷണിക്കാൻ പാടില്ലാത്ത തെറ്റാണ് അതെങ്കിൽ ഇത് മറ്റൊരു തെറ്റാണ്. ഇത് ഞാൻ അന്നുകൂടെ കൊണ്ടുപോയതാ. ആ തെറ്റ് ഞാൻ തിരുത്തുന്നു. ചേച്ചി ബാഗിൽ നിന്നും ഒരു കവർ എടുത്തു നീട്ടി. ആരും വാങ്ങാതായപ്പോ ഉമ്മറത്ത് വെച്ച് തിരിച്ചു നടന്നു. അത് അച്ഛൻ ചേച്ചിക്ക് വേണ്ടി കരുതിയ സ്വർണമായിരുന്നു. അകത്തു നിന്ന് അമ്മയുടെയും അനുജത്തിയുടെയും തേങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. നിശ്ചയിച്ച തീയതിക്ക് തന്നെ കല്യാണം നടത്തി. പ്രസാദ് ഗൾഫിലേക്ക് തിരിച്ചുപോയി. പ്രസാദിന്റെ പുതിയ പ്രൊഫൈൽ പിക്ചറിന് ലൈക്കുകളുടെ പ്രവാഹം. പ്രസാദും അമ്മയും അനുജനും സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും. ചെറിയ അളിയനും മൂത്തളിയനെ പോലെ തന്നെ കറുത്തതാണല്ലോ. ഫോട്ടോ നോക്കി പ്രസാദ് മനസ്സിൽ പറഞ്ഞു. അപ്പോൾ പ്രസാദിന്റെ ചുണ്ടിലൂടെ ഒരു ചിരി മിന്നിമറഞ്ഞു. വിനിത രാമചന്ദ്രൻ അവതരിപ്പിച്ച നിറങ്ങളും സ്വപ്നങ്ങളും എന്ന ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇനി സ്വാതി പാലോറാൻ എഴുതിയ കവിത.